Hi there, welcome to Think in English Zone. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എനിമി, ശത്രു എന്ന വാക്കുമായി ബന്ധപ്പെട്ട രണ്ട് വാക്കുകളാണ്. ഒന്നാമത്തേത് നോക്കാം. ചിലരെ കാണാറില്ലേ, പുറത്ത് വളരെ സൗഹൃദത്തോടെ പെരുമാറുന്നു, പക്ഷേ അവർക്കുള്ളിൽ ഒരുപാട് ഇഷ്ടക്കേടുകൾ ഉണ്ടാവാം. അങ്ങനെയുള്ളവർ നമുക്ക് എന്ത് പറയാം ഇംഗ്ലീഷിൽ? ഫ്രണ്ടിമി എന്ന വേർഡ് ഉപയോഗിക്കാം. അതായത് ഫ്രണ്ട് പ്ലസ് എനിമി, ഫ്രണ്ടിൻ്റെ ക്യാരക്ടറും ഉണ്ട്, എനിമിയുടെ ക്യാരക്ടറും, രണ്ടിൻ്റെയും കോമ്പിനേഷൻ ആയിരിക്കും ഇവർ ഫ്രണ്ടിമി. അത് നമുക്ക് വ്യക്തികൾ തമ്മിലുള്ളതോ അല്ലെങ്കിൽ ചിലപ്പോൾ ഗ്രൂപ്പുകൾ തമ്മിലാവാം, അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ തമ്മിലാവാം. ഫ്രണ്ടിമി എന്ന ക്യാരക്ടർ, അതായത് വളരെ സൗഹൃദത്തോടെ പെരുമാറുന്നു, പക്ഷെ അവർക്കിടയിൽ ഒരുപാട് ഇഷ്ടക്കേടുകളൊക്കെ ഉണ്ട്. അവരെ നമ്മൾ ഫ്രണ്ടിമി എന്ന് പറയും. ഇനി നമുക്ക് അടുത്ത വാക്ക് നോക്കാം. അടുത്തത് ബദ്ധശത്രു എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതായത് കടുത്ത ശത്രുത ഉള്ളിൽ ഒരു ശപഥം പോലെ കൊണ്ടു നടക്കുന്ന ആൾക്കാർ. അവരെ നമുക്ക് ഇംഗ്ലീഷിൽ എന്ത് പറയാം? സ്വോൺ എനിമി. സ്വോൺ എന്നാൽ സ്വെയർ, പ്രതിജ്ഞ ചെയ്യുക, ശപഥം ചെയ്യുക എന്നൊക്കെയാണ് സ്വെയറിൻ്റെ അർത്ഥം. സ്വെയറിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് സ്വോൺ എനിമി. സ്വോൺ എനിമി എന്നാൽ ബദ്ധശത്രു, ഡിറ്റർമിൻ ടു ഹേറ്റ് ഈച്ച് അതർ. അവരെ നമുക്ക് സ്വോൺ എനിമി എന്ന് പറയാം. അപ്പോൾ നമ്മളിന്ന് രണ്ട് വാക്കുകൾ നോക്കി. ഒന്നാമത്തത് ഫ്രണ്ടിമി, പുറത്ത് സൗഹൃദത്തിൽ പെരുമാറുന്നു, പക്ഷെ അവർക്കിടയിൽ ഇഷ്ടക്കേടുകളൊക്കെ ഉണ്ട്, അവരെ നമ്മൾ ഫ്രണ്ടിമി എന്ന് വിളിക്കുന്നു. പിന്നെ സ്വോൺ എനിമി, ബദ്ധശത്രു. ഓക്കെ, hope you enjoyed my video. Thank you. Bye.